മഹാനായ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകൾക്ക് ആകാശത്തു നിന്നുള്ള മലക്കുകളുടെ തീക്കൊള്ളിയേറും നരകവും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനു മൺകട്ടയും ഇഷ്ടികയും മണ്ണുകൾ കൂടി ചേർന്നുണ്ടായ കല്ലുകളും വേദനയുണ്ടാക്കുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ പ്രാഥമിക മറുപടി. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരം പിഴപ്പിക്കുന്നതിന് വേണ്ടി പിശാച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിശാച്ചിനെ പിടികൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിശാച്ചിന്റെ തുപ്പുനീരിന്റെ തണുപ്പ് അനുഭവപ്പെട്ടു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അഗ്നിയുടെ സൃഷ്ടിക്ക് എങ്ങനെ തണുപ്പ് അനുഭവപ്പെടും? പിശാച്ചിനെ സൃഷ്ടിച്ചത് അഗ്നി കൊണ്ടാണ്, പക്ഷെ ഇവിടെ പറഞ്ഞത് തണുപ്പ് അനുഭവപ്പെട്ടു എന്നാണ്. എങ്ങനെ തുപ്പുനീരുണ്ടാവും? ഇതിനെല്ലാം ഉത്തരം അവയുടെ അടിസ്ഥാന ഘടകം മാത്രമാണ് തീ എന്നുള്ളതാണ്. മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം മണ്ണാണ്. അതുപോലെ പിശാച്ചിന്റെ ജിന്നിന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം തീയാണ് എന്നാണ്. ഖാദി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഗ്നി സൃഷ്ടികളായ ജിന്നുകൾക്ക് ഏത് രൂപം പ്രാപിക്കാനും കഴിയും. വളരെ ലോലമായ ശരീരപ്രകൃതിയും ഭാരമേറിയ പ്രകൃതിയും അവയുടെ സ്വഭാവ സവിശേഷതകളാണ്. അവരെ കാണുന്നവർ കാണുന്നു, തടിയുള്ള ശരീരങ്ങൾ തന്നെയാണ് ജിന്നുകളുടേതും. പക്ഷേ മറയേണ്ട സമയത്ത് മറയാനുള്ള കഴിവ് അവയെ സൃഷ്ടിക്കപ്പെടുന്ന വേളയിൽ അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. തീനാളങ്ങളിൽ നിന്നാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പെന്നാണ് അലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബിദായ വൻ നിഹായ എന്ന കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ട അഗ്നി ഏറ്റവും സുന്ദരവും പുകയുടെയോ കരിയുടെയോ കലർപ്പുകളില്ലാത്ത ശുദ്ധ അഗ്നിയുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ട അഗ്നി നരകാഗ്നിയുടെ 70-ൽ ഒന്നാണ് എന്ന് അവിടുത്തെ മുസ്തദ്റക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂര്യാഗ്നിയിൽ നിന്നാണ് ജിന്നി പിശാച്ചുകളെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ദീനാറിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പുകപടലങ്ങൾ തീണ്ടാത്ത ശുദ്ധവും മനോഹരവുമായ അഗ്നിയിലാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പിനായി അള്ളാഹു താല തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു, ജിന്നുകളെ പുകയില്ലാത്ത അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചു, ആദം നബിയെ നിങ്ങൾക്ക് വിശേഷിപ്പിച്ചു തന്ന മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. മനുഷ്യർക്ക് വിഭിന്നമായി ജിന്നി പിശാച്ചുക്കൾക്ക് വിവിധ രൂപാന്തരം പ്രാപിക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു മഖായിദുശ് ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ജിന്നിനെ 3 വിഭാഗമായി സൃഷ്ടിച്ചു. സർപ്പങ്ങൾ, തേളുകൾ, ഭൂമിയിലെ പ്രാണികളുടെ രൂപം എന്നിവയാണത്. എന്നാൽ ഒരു വിഭാഗം അന്തരീക്ഷത്തിലെ കാറ്റ് പോലെയാണ്. ഇതിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പരലോകത്ത് വിചാരണയും ശിക്ഷയും ഉണ്ടാകുന്നത്. ജിന്നുകളിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പരലോകത്ത് വിചാരണയും ശിക്ഷയും ഉള്ളത്. സുഹൈലി റളിയല്ലാഹു അൻഹു പറയുന്നു, ജിന്നുകളിൽ ഒരു വിഭാഗം ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കില്ലെന്ന അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ വായുവിൽ കാറ്റിനെ പോലെയുള്ള ജിന്നുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും മുമ്പും ശേഷവുമെല്ലാം പാമ്പുകളായും മറ്റും ജിന്നുകൾ രൂപാന്തരം പ്രാപിച്ച ചരിത്രങ്ങൾ നിരവധിയാണ്. ജിന്ന് സമൂഹം ഇതര ജീവികളുടെ രൂപത്തിൽ ഉണ്ടാകുമെന്ന് വേറെയും ഹദീസുകൾ തെളിവായിട്ടുണ്ട്. അബൂ സഅലബത്തുൽ ഖശനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നുകളിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ചിറകുള്ള വിഭാഗവും പാമ്പുകളും നായകളുമായി രൂപാന്തരപ്പെടുന്ന വിഭാഗങ്ങളുമുണ്ട്. നായയായി രൂപാന്തരപ്പെടുന്ന ജിന്നുകളാണ് ജിന്നുകളിൽ ഏറ്റവും ദുർബലരെന്നാണ് പറയപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജിന്നുകളിൽ ദുർബലരായ ജിന്നുകൾ നായകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവയാണ്. തന്റെ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ അതിന് ഭക്ഷണം നൽകുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ വൈകിപ്പിക്കുകയോ ചെയ്യുക. മറ്റൊരു നിവേദനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, ജിന്നുകളിൽപ്പെട്ട നായകൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഭക്ഷണം ഇട്ടുകൊടുക്കുക, കാരണം അവക്കുമുണ്ട് ശരീരവും ആത്മാവും. കറുത്ത പട്ടികളിൽ ചിലത് ജിന്നുകളായി രൂപാന്തരപ്പെടാമെങ്കിലും നാം കാണുന്ന കറുത്ത പട്ടികളെല്ലാം ജിന്നുകളാണെന്ന് ധരിക്കാൻ പറ്റില്ല.
പേപ്പട്ടി വിഷബാധയും മനുഷ്യനാക്രമിക്കുന്ന രീതിയിലും നായകൾ ശല്യം ചെയ്താൽ അവയെ കൊല്ലണമെന്നാണ് കർമ്മശാസ്ത്രം. കൊല്ലൽ അനുവദിക്കപ്പെട്ട 5 ജീവികളെ ഒന്ന് ഉപദ്രവിക്കുന്ന നായയാണ്. കറുത്ത നായകളായി ചില ജിന്നുകൾ രൂപാന്തരപ്പെടുമെന്നും ഹദീസിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് ജീവികളുടെ രൂപവും പ്രാപിക്കാൻ കഴിയുന്ന ജിന്നുകൾക്ക് മനുഷ്യൻ, നാൽക്കാലികൾ, ഇഴജന്തുക്കൾ, തേള്, ഒട്ടകം, പശു, ആട്, കുതിര, കോബർ കഴുത, പറവകൾ എന്നീ രൂപങ്ങളിലെല്ലാം രൂപാന്തരപ്പെടാൻ കഴിയുന്നു. പാമ്പുകളിൽ ജിന്നുകളിൽ ഉൾപ്പെട്ടവയുമുണ്ടാവാമെന്നതിനാൽ ക്ഷുദ്ര ഇഴജന്തുക്കളെ കാണുമ്പോൾ അവയെ ഒറ്റയടിക്ക് വകവരുത്താതെ താമസം ചെയ്യണമെന്നതിൽ ഇമാം തുർമുദിയും നസായിയും നിവേദനം ചെയ്ത ഹദീസ് തെളിവാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ വെച്ചൊരു വിഭാഗം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ ക്ഷുദ്രജീവികളിൽ നിന്നും നിങ്ങൾ വല്ല ജീവിയെയും കണ്ടാൽ 3 തവണ അതിന് പോവാൻ അവസരം നൽകണം. പിന്നെയും അത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനെ കൊല്ലണം. ഖാദി അബൂ യഅ്ല റളിയല്ലാഹു അൻഹു പറയുന്നു, അവരുടെ രൂപം സ്വയം മാറ്റാനോ മറ്റൊന്നിലേക്ക് രൂപാന്തരം പ്രാപിക്കാനോ ഉള്ള കഴിവ് ജിന്നി പിശാചുകൾക്ക് ഇല്ല. മറിച്ച് അള്ളാഹു അവർക്ക് പഠിപ്പിച്ച ചില വാചകങ്ങൾ, ചില പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നിർവഹിച്ചാലാണ് അത് സാധ്യമാകുന്നത്. ജിന്നുകളുടെ പിതാവായ ഇബ്ലീസ് ഒരിക്കൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശത്രുപക്ഷത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ട് വളരെ വസ്തുനിഷ്ഠമായ വ്യക്തമായ ചരിത്രമാണ്. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ വന്നതുമെല്ലാം പ്രസ്തുത രൂപം പ്രാപിക്കാൻ അള്ളാഹു അവർക്ക് പഠിപ്പിച്ച ചില പദങ്ങൾ വഴിയാണെന്ന് വ്യാഖ്യാനമാണ് ഇമാമുമാർ നൽകുന്നതെന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹി ഷിബിലി അക്കാമുൽ മർജാൻ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ അറിയപ്പെടുന്ന ഒടിയന്മാർ പിശാചുക്കളിലെ ഗയലാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാരണ വിദഗ്ധരായ പിശാചുക്കളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇത്തരക്കാരെ തുരത്താൻ ഏറ്റവും ഉചിതമായ ആത്മീയ മാർഗം ബാങ്ക് വിളിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രമുഖ സ്വഹാബി വര്യൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് സ്വയം രൂപം മാറാൻ കഴിയില്ലെന്നും മനുഷ്യരിൽ ആഭിചാരക്കാരെ പോലെ പിശാചുകളിൽ ആഭിചാരക്കാരാണ് ഇവരെന്നും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു മഖായിദ് ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മനുഷ്യരുടെ രൂപത്തിലും ജിന്നുകളിലെ സത്യനിഷേധികളായ പിശാചുകൾ രൂപം പ്രാപിക്കാൻ കഴിയുമെന്നതിന് ഉപോത്ഭകമായ സാക്ഷ്യമാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പിശാച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ ഘട്ടത്തിൽ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് സ്വീകരിക്കുകയും എന്റെ അടുക്കൽ ഒരു കത്തി കരുതി വെക്കുകയും ചെയ്തു. പതിവ് പോലെ വീണ്ടും പിശാച്ച് അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ കത്തി കൊണ്ടൊരു കുത്തുകൊടുത്തു. ഈ അവസരത്തിൽ ഒരു വലിയ ശബ്ദം കേട്ടു. അതിനുശേഷം പിശാച്ചിനെ ഞാൻ ഈ അവസരത്തിൽ കണ്ടിട്ടേയില്ല. രാത്രി സഞ്ചാരത്തിൽ ജിന്നി പിശാചുകളുടെ ഉപദ്രവം മനുഷ്യനെ ബാധിക്കുന്നത് പലപ്പോഴും സംഭവിക്കാം. ജിന്നുകളുടെ സ്പർശനം, ദർശനം വഴി കണ്ണേറ്, മറ്റ് അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാവാം. കുട്ടികളെ വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ നിന്നും പുറത്തുവിടുന്ന സാഹചര്യം ഒഴിവാക്കണം. കാരണം പിശാചുക്കൾ പരന്നൊഴുകുന്ന ഘട്ടമാണിതെന്ന് പ്രവാചക വചനം പ്രസിദ്ധമാണ്. പ്രസ്തുത ഹദീസിലെ ബലപ്പെടുത്തുന്ന ഹദീസ് ഇപ്രകാരമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രി സഞ്ചാരം സൂക്ഷിക്കണം. ഭൂമിയിൽ ഇരുൾ കൂടുന്ന സമയമാണത്. പൈശാചികമായി അനുഭവമുണ്ടായാൽ നിങ്ങൾ ബാങ്ക് വിളിക്കുക. ഭക്ഷണപാനീയങ്ങളില്ലാത്ത സൃഷ്ടികൾ മലക്കുകളാണ്. എന്നാൽ മനുഷ്യരെ പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വിവാഹിതരാവുകയും ചെയ്യുന്നവരാണ് ജിന്നുകൾ. ഖാദി അബൂ യഅ്ല റളിയല്ലാഹു അൻഹു പറയുന്നു, ജിന്നുകൾ മനുഷ്യർ ചെയ്യുന്നത് പോലെ ഭക്ഷിക്കുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജിന്നുകൾക്ക് ഭക്ഷണപാനീയമില്ലെന്ന് ദുർബല അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട്. ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. ജിന്നുകൾ ഭക്ഷിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പ്രതിവഹിച്ചു, ജിന്നുകൾ പലവിധമാണ്. ഭക്ഷിക്കുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്ന വിഭാഗവും ഭക്ഷണപാനീയം ഉപയോഗിക്കാത്ത വിഭാഗവുമുണ്ട്. മുസ്ലിം വീടുകളിൽ അവരുടെ മേൽക്കൂര ഭാഗങ്ങളിൽ
താമസിക്കുന്ന മുസ്ലിം ജിന്നുകൾ വീട് പരിപാലകരായും സംരക്ഷകരായും സാന്നിധ്യം അറിയിക്കുമെന്ന് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നുണ്ട്. യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതൊരു സത്യവിശ്വാസിയുടെയും വീടിന്റെ മേൽ തട്ടിൽ മുസ്ലിം ജിന്നുകൾ വാസമുറപ്പിച്ചിരിക്കുന്നു. അവരുടെ പകൽ ഭക്ഷണവും അത്തായ ഭക്ഷണവും എല്ലാം വിളമ്പി വെക്കുമ്പോൾ അവരും വീട്ടുകാരോടൊപ്പം ചേരും. ഈ ജിന്നുകളിലൂടെ അള്ളാഹു അവർക്ക് വിപത്തുകളെ ഉയർത്തുന്നതാണ്, തടയുന്നതാണ്. എല്ലുകൾ ജിന്നുകളുടെ പ്രിയ ഭക്ഷണമാണ്. നാം അറുത്തു ഭക്ഷിക്കുന്ന ജീവികളുടെ എല്ലുകൾ ജിന്നുകൾക്ക് ഭക്ഷ്യയോഗ്യമാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്ത രാത്രി ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവുകയും അവരുടെ താമസ സ്ഥലങ്ങളും മറ്റും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഭക്ഷണം ഏതാണ്? അവർ ദ്വീപുകളിൽ വസിക്കുന്ന ജിന്നുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ട ഭക്ഷ്യജീവിയുടെ എല്ല് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടതാണ്. ജിന്നുകളുടെ ഉപദ്രവത്തിനും മറ്റും കാരണമാവുമെന്നതിനാൽ എല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഇപ്രകാരമാണ്: ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ഇരിക്കുമ്പോൾ ഒരു ഭീമൻ പാമ്പ് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികെ ചെന്ന് എന്തോ സംഭാഷണം നടത്തുന്നതായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി, അങ്ങനെ ചെയ്യാം എന്ന മറുപടി കിട്ടിയ ഉടനെ ആ പാമ്പ് പിരിഞ്ഞുപോയി. ഞാൻ നബിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പുരുഷ ജിന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നബിയെ, താങ്കളുടെ മനുഷ്യ സമുദായത്തോട് എല്ല്, കാഷ്ടം എന്നിവ കൊണ്ട് മനോഹരം ചെയ്യരുതെന്ന് കൽപ്പിക്കണം. കാരണം അള്ളാഹു അതിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം നിശ്ചയിച്ചിരിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന എല്ലുകൾ ജിന്നുകൾ ഭക്ഷിക്കാറില്ലല്ലോ. അതൊരു സ്ഥലത്ത് നിക്ഷേപിച്ചാൽ അതേ രീതിയിൽ എത്ര കാലവും നിലനിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ജിന്ന് ഭക്ഷണമാക്കുകയാണെങ്കിൽ അത് തീർന്നു പോവുകയില്ലേ എന്നുള്ള സംശയം ചിലർക്കുണ്ടായേക്കാം. ഇതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: അവർ ഇവയിൽ നിന്നുള്ള ഗന്ധമാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. എല്ലിൽ നിന്നൊക്കെയുള്ള ഗന്ധമാണ് അവർ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ല് തീർന്നു പോകാത്തത്. എന്നാൽ ബിസ്മി ചൊല്ലാതെ നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ജിന്നുകൾക്ക് അഥവാ ശൈത്താന്മാർക്ക് ഭക്ഷണമായി തീരുന്നതാണ്. പ്രത്യക്ഷത്തിൽ നാം കഴിക്കുന്നുവെങ്കിലും അതിന്റെ എല്ലാ ഗുണഭോക്താക്കളും പിശാച്ചായിരിക്കുമെന്നാണ് സാരം. ജിന്നുകളിലെ ദുഷ്ടവിഭാഗമായ പിശാച്ചുക്കൾ ബിസ്മി ചൊല്ലാതെ കഴിക്കുന്നവരോടൊപ്പം സഹവസിക്കുകയും അവരോട് തിഷ്ടഭക്ഷണം കഴിക്കുന്നതിനോ നിമിത്തമാകാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നു. ഉമയ്യത്ത് ബിനു മശ്ഖ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാത്രത്തിൽ ഒരു ഉരുള ഒഴികെയുള്ളതെല്ലാം അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അവസാനം ഉരുള വായിലേക്ക് ഉയർത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന്. അദ്ദേഹം ബിസ്മില്ലാഹി വവ്വലു വആഖിറു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാച് അദ്ദേഹത്തോടൊപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടപ്പോൾ വയറ്റിലുള്ളതെല്ലാം പിശാചിന് ഛർദ്ദിക്കേണ്ടി വന്നു. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവരുടെ ഭക്ഷണപാനീയങ്ങളാണ് പിശാചുക്കളെ സുഭിക്ഷമായ ഭക്ഷണത്തോടെ നിലനിർത്തുന്നതും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർവോപരി ശക്തി പകരുന്നതുമെന്ന് നാം അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ തന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിന്റെ പേര് ചൊല്ലിയാൽ പിശാച് തന്റെ അനുയായികളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസവും അത്തായവുമില്ല. എന്നാൽ ഈ രണ്ട് വേളയിലും ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാച് പറയും, നിങ്ങൾക്ക് താമസ സ്ഥലവും ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.